ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം നിഫി മിസ് എത്തിയിരിക്കുന്നു. മിസ് ഇന്നൊരു പുതിയ ചാപ്റ്ററായിട്ട് വന്നിരിക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് നിങ്ങൾ ബോർഡെ കണ്ട പോലെ തന്നെ പബ്ലിക് ഒപ്പീനിയൻ ഡെമോക്രസിയാണ്. നമ്മളിങ്ങനെ ചാപ്റ്ററുകളൊക്കെ നോക്കുമ്പം നമുക്ക് ഒരു ഡ്രൈ ചാപ്റ്ററായിട്ട് ചിലപ്പോൾ തോന്നും. എന്നിരുന്നാലും മിസ് അത് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ സിംപ്ലി തന്നെ നിങ്ങളോട് കൺവേ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ മൈൻഡ്ഫുള്ളി നോക്കിക്കോളൂ. ഈ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം നമുക്കൊരു ഇതുണ്ടാവും, എന്താണ് ഈ ഡെമോക്രസി ഇൻ ഒപ്പീനിയൻ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ നമ്മുടേതായ കുറേ ഡയലോഗുകളും കമൻറ്റുകളും ഇടും. അതാണ് ഈ പബ്ലിക് ഒപ്പീനിയൻ. നമുക്ക് പറയാനുള്ളൊരു ഇതുണ്ട്, ത്വരയുണ്ട്, ആഗ്രഹമുണ്ട്, എല്ലാം ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു ഡെമോക്രാറ്റിക് രീതിയിലൂടെ ആയിരിക്കണം. അപ്പൊ എന്താണ് ഈ ഡെമോക്രസി എന്ന് പറയുന്നത്? എന്താണ് ഡെമോക്രസി എന്ന് പറയുന്നത്? നമ്മൾ കൊച്ചു ക്ലാസ്സിലോട്ട് നമ്മൾ കേട്ടിട്ടുള്ളേ ഡെമോക്രസി ഇറ്റ്സ് റൂൾ ബൈ ദ പീപ്പിൾ. നമ്മളാണ് നമ്മളെ റൂൾ ചെയ്യേണ്ടവരെ തിരഞ്ഞെടുക്കുന്നത്. ഇറ്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. നമ്മുടെ ഒരു ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് നമ്മൾ പോപ്പുലേഷനൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഒരു ഇൻഡയറക്റ്റ് റെപ്രസെൻറ്റേഷനിലേക്കാണ് നമ്മൾ ഡെമോക്രാറ്റിക് സിസ്റ്റം ചൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ നമ്മൾ ഒപ്പീനിയൻ പറയുന്നു. നമ്മളെല്ലാവരും പറയും, ഇപ്പം നാളെ ഒരു മേൽപ്പാലം വരുന്നു എന്ന് വിചാരിച്ചു. പാലം വരുമ്പോൾ നമ്മൾ പറയും, ചിലർ പറയും വേണ്ട, പാലം വേണ്ടെന്ന് പറയും, ചിലർ പറയും പാലം വേണം. അപ്പം നമുക്കിങ്ങനെ ഭിന്ന അഭിപ്രായങ്ങളാണ്. ഒരു ഇവന്റ് അല്ല ആ ഒരു പ്രോഗ്രാം, ആ ഒരു പോളിസി വേണോ എന്നതിനെ പറ്റി നമുക്ക് പല അഭിപ്രായങ്ങളുണ്ട്. അപ്പം ഈ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ ട്രൂലി നമ്മുടെ ആ ഒരു ഇവന്റിലേക്ക് എത്താൻ വേണ്ടി ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലേക്ക് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് ആ ഒരു പബ്ലിക് ഒപ്പീനിയനിലൂടെ. അപ്പം നമുക്കറിയാം, പാലം വേണോ, തോട് വേണോ, അതോ എങ്ങനെ വേണം, അല്ല റോഡിൽ കൂടി തോട് വേണോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഒപ്പീനിയനിലേക്ക് നമ്മൾ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ എങ്ങനെ വരുന്നു എന്നതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഉടനീളം കാണുന്നത്. Democratic system, government accept the public opinion as a part of their formulation of policies. നമ്മൾ പറഞ്ഞു, പാലം വേണോ വേണ്ടായോ എന്നത് നമ്മൾ പറയുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും, അവിടെ കൂടി ഒരു പാലം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്ത് കടക്കാൻ അല്ലെ അപ്പുറത്തോട്ട് പോകാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു ട്രേഡൊക്കെ നമുക്കൊന്ന് ഇത്രകൂടി നമ്മുടെ ബിസിനസ്സൊക്കെ എൻഹാൻസ് ചെയ്യാം എന്നൊരു നമുക്ക് ആശയം വരും. ചിലപ്പോൾ ഗവൺമെന്റിന് തന്നെ ആശയം വരും, അവിടെ നന്നായിട്ട് ട്രേഡ് പോകുന്നുണ്ടല്ലോ, അല്ലെ അവിടെ നന്നായിട്ട് പോപ്പുലേഷൻ ഉണ്ടോ, അവർക്ക് ഇത്തിരി കൂടി ഒരു സൗകര്യം കൊടുക്കാം, അവിടെ ആവശ്യമാണ്. നമ്മളിപ്പോൾ തന്നെ ചർച്ചകളിൽ കേൾക്കുന്നതാണ് എയിംസ് എവിടെ വരണം എന്നത്. അപ്പം അതേപോലെയാണ്, എന്താണ് അവിടെ വരണ്ടേ, എവിടെ വരണം എന്നത് നല്ലൊരു ആശയത്തിലേക്ക് ഡെമോക്രാറ്റിക് സിസ്റ്റം ട്രൂലി ആളുകളെ അക്സെപ്റ്റബിൾ ആണ്. എന്നാണ് ഗവൺമെന്റ് അക്സെപ്റ്റ് പബ്ലിക് ഒപ്പീനിയൻ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. മേ ബി സോഷ്യൽ മീഡിയ കൂടെയാവും, അല്ലെ ഡയറക്റ്റ് ഇതാവും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ വഴി നമ്മളിങ്ങനെ പറഞ്ഞ് അവിടെ ആ ഒരു കിണർ വേണോ അല്ലെ പാലം വേണോ എന്നതിലേക്ക് നമ്മൾ ആശയം എത്തിത്തിരിക്കണം. ദ ഫൗണ്ടേഷൻ ഓഫ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം ഈസ് ഫോംഡ് ബൈ വ്യൂസ്, ഇൻട്രസ്റ്റ്, ആസ്പിറേഷൻസ് ഓഫ് ദ പീപ്പിൾ. എന്തൊക്കെയാണ് അവർ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്? വ്യൂസ്. എന്താണ്? ഫസ്റ്റ് വൺ ഈസ് വ്യൂ. അവരുടെ വ്യൂസ് പറയും. ഇൻട്രസ്റ്റ് എന്താണെന്നറിയും. നമുക്ക് പാലം വേണോ, അതോ നമുക്ക് ഒരു കിണർ വേണോ, പഞ്ചായത്ത് കിണറൊക്കെ വേണോ എന്ന് ആലോചിക്കും. നെക്സ്റ്റ് ഈസ് ആസ്പിറേഷൻസ്. അവരുടെ എല്ലാ ആശയങ്ങളെയും ഗവൺമെന്റ് ഉൾക്കൊള്ളാൻ അഥവാ കേൾക്കാൻ സന്നദ്ധരാകുന്ന ഒരു സിസ്റ്റമാണ് ഈ ഡെമോക്രാറ്റിക് സിസ്റ്റം. നമുക്ക് നമ്മുടേതായ ആശയങ്ങൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആ സിസ്റ്റം, ആ ഒരു ഗവൺമെന്റിനെ തന്നെ സ്ട്രോങ്, എഫിഷ്യൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു എഫിഷ്യൻസി നമുക്ക് നമ്മുടെ ഇതിൽ ബേസിക് നെസസിറ്റീസ് ആയിക്കോട്ടെ, ലക്ഷറീസ് പോളിസി നമ്മൾ എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല, എന്നിരുന്നാലും ബേസിക് കാര്യങ്ങൾ പോലും മുന്നോട്ട് വെക്കാൻ നമ്മൾക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ഒരു ഗവൺമെന്റ് എഫിഷ്യൻ്റ് ആണെന്നും അവിടുത്തെ സിസ്റ്റം എഫിഷ്യൻ്റ് ആണെന്നും ട്രൂലി പീപ്പിളിനെ അക്സെപ്റ്റ് ചെയ്യുന്ന, അവരുടെ വ്യൂസ് കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഒരു നല്ലൊരു ഗവൺമെന്റ് ആണെന്നും നമുക്ക് അഥവാ പറയാൻ പറ്റത്തുള്ളൂ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പം ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. വാട്ട് ഈസ് പബ്ലിക് ഒപ്പീനിയൻ? പബ്ലിക് ഒപ്പീനിയൻ ഇസ് ദ ജനറൽ ഒപ്പീനിയൻ. എന്താണ് ജനറൽ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ? ആരുടെ? പീപ്പിൾ. വി നോ ദാറ്റ് ഡെമോക്രസി ഈസ് ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ.
ഓഫ് ദ പീപ്പിൾ അബൌട്ട് ദ ഇഷ്യൂസ് അഫക്റ്റിംഗ് ദം. അതായത് നമ്മളിപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നടന്നു പോകുന്നു വിചാരിച്ചു. അപ്പം നമ്മൾ ഒരു കാല് തട്ടി നമ്മൾ വീണു. അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടുത്തെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ആ ടൈല് എസ്പെഷ്യലി നമ്മൾ ബ്ലൈൻഡ് പീപ്പിളിന് വേണ്ടി ഫുട്പാത്തിലാണെങ്കിലും യെല്ലോ ടൈൽസ് പ്രത്യേകം ഇടാറുണ്ട്. അതായത് അവർക്കും അവരുടെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ അഥവാ വാക്കിംഗ്, അവരുടെ ആ ഒരു സിസ്റ്റം അവർക്കും എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് അങ്ങനെ ഒരു ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് എളുപ്പവും. അല്ലാതെ ഇപ്പം ചിലയിടത്ത് ആ ഒരു യെല്ലോ ടൈല് ഇല്ല എന്നുണ്ടെങ്കിൽ, ബ്രോക്കൺ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഗവൺമെന്റിനെ ആരെങ്കിലും അത് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ എന്തുണ്ടാവുന്നു? ഗവൺമെന്റ് അത് ശ്രദ്ധിക്കുന്നു, അവിടെ ടൈൽ ഇടണമെങ്കിൽ ടൈൽ ഇടുന്നു. അപ്പൊ അവരുടെ ആ ഒരു സിസ്റ്റം അവരുടെ ഡെയിലി ലൈഫ് അഫക്റ്റ് ചെയ്യാതെ. അപ്പം എന്തിനെ കുറിച്ചാണ് ജനറൽ ഒപ്പീനിയൻ? നമ്മൾ ഇങ്ങനെ പറയുന്നു, വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് അത് അക്സെപ്റ്റ് ചെയ്യണോ? ഇല്ല. ഗവൺമെന്റിന് അക്സെപ്റ്റ് ചെയ്യാൻ അതിൻ്റെതായ ചില ഒരു എവിഡൻസ്, സോളിഡ് റീസൺസ് അല്ലെ സോളിഡ് കാര്യങ്ങൾ വേണം. വെറുതെ അങ്ങ് പറയില്ല. നമുക്ക് ഇമ്പാക്ട്ഫുൾ ആയിരിക്കണം ആ ഒരു നമ്മൾ പറയുന്ന ആ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. എന്താണ് അഫക്റ്റിംഗ് ഇഷ്യൂസ്? നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് പീപ്പിളിനെ അഫക്റ്റ് ചെയ്യുന്നത്. അത് ഗവൺമെന്റിനും ആ ഒരു എക്കണോമിക്കും ബെനിഫിഷ്യൽ ആവണം ആ ഒരു ഇത് വന്നു കഴിഞ്ഞു. അല്ലാതെ ഒരിക്കലും അതൊരു ഡിസ്കറേജ്ഫുള്ളിലേക്ക് ആവാൻ പാടില്ല എന്ന് ഉദ്ദേശമാണ്. അപ്പൊ എന്താണ് പബ്ലിക് ഒപ്പീനിയൻ? ഇസ് ദ ജനറൽ ഒപ്പീനിയൻ. എന്താണ് പബ്ലിക് ഒപ്പീനിയൻ? എന്താണ് ജനറൽ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ അബൌട്ട് ദ ഇഷ്യൂസ് അഫക്റ്റിംഗ് ദം. പൊതുജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയന്മേലുള്ള ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ് പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത്. എന്താണ് ജനങ്ങളെ ബാധിക്കുന്ന, അവരെ അഫക്റ്റ് ചെയ്യുന്ന ഇഷ്യൂസ് ആണ് നമ്മൾ പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി പൊസിഷൻ ഓർ opinion generally held by the section of the society on a particular issue. That is an important point. ഒരു പർട്ടിക്കുലർ ഇഷ്യൂയിൽ ഉണ്ടാവുന്ന സൊസൈറ്റിയിൽ ഒരു സെക്ഷൻസ് ഓഫ് സൊസൈറ്റിയിൽ പർട്ടിക്കുലർ ഇഷ്യൂ, അത് നമുക്കറിയാം. നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു പാലം വരുന്നത് പറയുന്നു. പാലം വരുമ്പോൾ നമ്മളിങ്ങനെ താഴെ ഒരു പാലത്തിന് റോഡിൽ കൂടി പോകുന്നു, അവിടെ കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടാവുന്നു, സിറ്റി ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ ട്രാഫിക് കൺജഷൻ ഉണ്ടാവും. അപ്പൊ അത് ആളുകളുടെ ആ ഒരു നാട്ടിലുള്ള ജനതയെ അല്ലെ വർക്കിങ്ങിന് പോകുമ്പോഴാണ് നമ്മൾ രാവിലെ ഈ 10 മണിക്കൊക്കെ ട്രാഫിക്കിലൂടെ പോകുന്നത്. അപ്പം ആ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞ പീക്ക് പീരീഡ് ആണ്. അപ്പൊ അത് സൊസൈറ്റി അഫക്റ്റ് ചെയ്യുന്നു, അവിടുത്തെ ഓരോ ഇൻഡിവിജ്വലിനെ ആ ട്രാഫിക് അഫക്റ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഗവൺമെന്റിനോട് നമ്മളൊരു നിവേദനം വെക്കുന്നു, അല്ലെ നമ്മൾ പറയുന്നു ഇങ്ങനെ ഇവിടെ ഒരു മേൽപ്പാലം വന്നാൽ നല്ലതാണ്, ഇവിടെ ഒരു മെട്രോ വന്നാൽ നല്ലതാണ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ എന്ത് ചെയ്യും? ഗവൺമെന്റ് അത് കേൾക്കുന്നു. യെസ്, അവിടുന്ന് ഒബ്സർവേഷൻ നടത്തുന്നു, എങ്ങനെയാണ് അവിടുത്തെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് പോകുന്നത്, അത് അവിടെ മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ ഇത്തിരി കൂടി സ്മൂത്തായി അവരുടെ ആക്ടിവിറ്റീസ് പോകുമോ, അങ്ങനെ പോകാൻ സാധിക്കും എന്ന് തോന്നുമ്പോൾ ഗവൺമെന്റ് എന്തെടുക്കും? അവരവരുടേതായ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു മേൽപ്പാലത്തിന് കൺസെഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എന്താണ്? എ പൊസിഷൻ ഓർ ഒപ്പീനിയൻ ജനറലി ഹെൽഡ് ബൈ ദ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. അപ്പൊ എല്ലാവരും പറയാൻ പറ്റുന്ന ഒരു കാര്യമാവണം എന്നില്ല. നമുക്കറിയാം ഇപ്പോൾ ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്നതാണ് മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി. അത് എല്ലാവരും പറയാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ്. എന്നിട്ട് നമ്മളൊരു പർട്ടിക്കുലർ സിറ്റിയിലേക്ക് പോകുന്നു, അല്ലെ ഒരു വില്ലേജ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ ചിലപ്പോൾ വെള്ളമാണ് വേണ്ടത്, കുടിവെള്ളമാണ് വേണ്ടത്. നോർമൽ വാട്ടർ വേണമെങ്കിൽ അതിപ്പോൾ എല്ലാവരും പറയണമെന്നില്ല. ആ ഒരു സ്റ്റേറ്റിലുള്ള എല്ലാവരും ഒരേപോലെ ചിലപ്പോൾ അതിനു വേണ്ടി പറയണമെന്നില്ല. അപ്പോൾ ഒരു പർട്ടിക്കുലർ സെക്ഷനിലേക്ക് അത് ഒഴുകും. അങ്ങനെ വരുമ്പോൾ എന്നാലും ഗവൺമെന്റ് അതൊരു ജനറൽ ഒപ്പീനിയൻ ആയിട്ട് എടുക്കും, അവിടെ കുടിവെള്ളം വേണോ വേണ്ടായെന്ന്. അപ്പൊ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ആയിട്ട് എടുത്തും ഒരു ഒപ്പീനിയൻ അല്ലെ ഒരു പൊസിഷൻ ആയിരിക്കാം, അവരുടെ ഒരു സങ്കട അവസ്ഥയായിരിക്കും പറയുന്നത്. അത് എനിക്ക് കുടിക്കാൻ വെള്ളമില്ല, അതുകൊണ്ട് എനിക്ക് കുളിക്കാനും നനയ്ക്കാനും ഒന്നും വെള്ളം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഞാൻ പോവർട്ടി ലെവലിലേക്ക് ഇരിക്കുക. അപ്പൊ അതിൻ്റെ ഒരു പൊസിഷനാണ്. ഐ ആം വെരി ലോ ലെവൽ ഓഫ് ലിവിങ്, എൻ്റെ ലിവിങ് കുറവാണ്, എൻ്റെ പൊസിഷനാണ് എൻ്റെ ആ ഒരു ഇഷ്യൂയിലൂടെ ഞാൻ പറയുന്നത്. കണ്ടില്ലേ സാർ, എനിക്ക് ദാരിദ്ര്യമാണ്, വെള്ളം കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ദാരിദ്ര്യാവസ്ഥയിൽ നിൽക്കുവാണ്. കാരണം ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പല ഫെസിലിറ്റീസും നമുക്ക് അവിടെ ഡിനൈഡ് ആവുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എൻ്റെ ഒരു പൊസിഷൻ ഒരു ലോ ലെവലിലേക്ക് മാറുകയാണ്, എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ലോ ആണ്. അപ്പൊ എൻ്റെ ഒരു പൊസിഷനാണ്. സംടൈംസ് ഇറ്റ് ക്യാൻ ബി ആൻ ഒപ്പീനിയൻ, അതെൻ്റെ ഒരു അഭിപ്രായമാണ്. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു ഒരു മേൽപ്പാലം വന്നാൽ അവിടുത്തെ ജനതയ്ക്ക് ഇത്തിരി ഒരു സ്മൂത്ത് ആയിട്ട് അവരുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? ഇറ്റ് ക്യാൻ ബി പൊസിഷൻ ഓർ ഒപ്പീനിയൻ. എന്താണ്? പൊസിഷൻ ഓർ ഒപ്പീനിയൻ എന്നാണ് പറയുന്നത്.
Citizen can be empowered through public opinion will strengthen the democracy. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? അതായത് നമുക്ക് നമ്മുടേതായ ആശയങ്ങളും ഒപ്പീനിയൻസും എപ്പോഴും വേണം. നമ്മളിപ്പം ഒരു സ്കൂൾ ലെവലിൽ കഴിഞ്ഞു, 10th കഴിഞ്ഞു വെച്ചു, നിങ്ങൾ +1 +2 ഏത് സബ്ജക്റ്റ് എടുക്കും നിശ്ചയിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ പലരും അതിൻ്റെതായ ഒരു ഡിസിഷനിലേക്ക് എത്തിക്കാണത്തില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും നാളെ നമുക്കൊരു ഡോക്ടർ ആയാൽ കൊള്ളാം, അപ്പം ഞാൻ അതിന് ഏത് സബ്ജക്റ്റ് എടുക്കണം. ചിലപ്പോൾ എനിക്ക് തോന്നും എനിക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയാൽ കൊള്ളാൻ തോന്നും. മേ ബി ഐ തിങ്ക് എനിക്കൊരു ഫാഷൻ ഡിസൈനർ ആവാൻ തുടങ്ങും. അപ്പം നമുക്കിങ്ങനെ പല ഒപ്പീനിയൻ നമ്മുടെ ഒരു ലൈഫ് ഡിസിഷനെ പറ്റി തന്നെ ഉണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ പേരൻസും പറയും എടാ നീ ഇതെടുത്താൽ മതി, എഞ്ചിനീയറിങ്ങിന് പോയാൽ മതി. അപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് ആണോ എൻ്റെ ടേസ്റ്റ്, എഞ്ചിനീയറിംഗ് തന്നെ ആണോ, ഞാൻ അതിലാണോ? ഇനി പഠിച്ചിറങ്ങിയാൽ തന്നെ നമ്മൾ ആലോചിക്കും ഇത്രയും നാളെ ഞാൻ എഞ്ചിനീയറിംഗിൽ ടേസ്റ്റ്ഫുൾ ആയിരുന്നു, വെറുതെ എന്തോ പഠിച്ചു എന്നൊക്കെ വരും. അപ്പം നമുക്ക് ഇങ്ങനെ ഈ ഒരു ഒപ്പീനിയൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഒപ്പീനിയൻ വിൽ സ്ട്രെങ്തൻ ദ ഡെമോക്രസി. നമുക്ക് എന്നാൽ നമ്മുടേതായ എനിക്കൊരു ഡോക്ടർ ആവണം, വേണ്ട എനിക്കൊരു ഫാഷൻ ഡിസൈനർ തന്നെ ആവണം എന്ന് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ സ്റ്റഡി എഡ്യൂക്കേഷൻ സെന്റേഴ്സ് എവിടെയൊക്കെയാണെന്ന് നോക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ആ സിറ്റിയിലേക്ക് ചിലപ്പോൾ മൈഗ്രേറ്റ് ചെയ്യും, അല്ലെ അതിൻ്റെതായ ആവശ്യത്തിന് ഞാൻ ആ ഒരു കോളേജിലേക്ക് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഇപ്പം നമ്മളെല്ലാവരും ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഒരു എംപവർമെന്റ്. മിസ്സിന് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മിസ് എടുക്കുന്നു ആ ഫാഷൻ ഡിസൈനിങ് കോഴ്സ്. അപ്പം അങ്ങനെ വരുന്നു വി ആർ എംപവറിങ്. അപ്പം എംപവേർഡ് സിറ്റിസൺ ടു പബ്ലിക് ഒപ്പീനിയൻ. എന്താണ് പബ്ലിക് ഒപ്പീനിയനിലൂടെ പബ്ലിക് ഒപ്പീനിയൻ വിൽ സ്ട്രെങ്തൻ എന്ത് നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റം, ഡെമോക്രസി. നമ്മൾ ആലോചിക്കും നമ്മൾ സിറ്റിസൺ. ഞാൻ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് മിസ് ഒരു യൂട്യൂബിൽ ഒരു കമന്റ് ഇടുക, ഇവിടെ ഒരു പാലമൊന്നും പണിയണ്ട, എന്തുകൊണ്ട് ട്രീസ് എല്ലാം കട്ട് ചെയ്യുന്നു. അതുകൊണ്ട് മിസ് പറയുന്നു പാലം ഒന്നും വേണ്ട, പാലം എല്ലാം ബാൻ ചെയ്യണം, ഇനി വരാൻ പോകുന്ന പാലം ആണെങ്കിലും ഇങ്ങനെ റോഡൊന്നും വരാൻ പാടില്ല, ബിക്കോസ് ഡിഫോറസ്റ്റേഷൻ അവിടെ സംഭവിക്കുന്നു, എർത്തിന് പ്രോബ്ലംസ് ഉണ്ടാവുന്നു. മിസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എല്ലാവരും എഗ്രി ചെയ്യണമെന്നുണ്ടോ? ഇല്ല, എഗ്രി ചെയ്യണമെന്നില്ല. ബിക്കോസ് നമുക്കറിയാം അത് ഡീഫോറസ്റ്റേഷൻ്റെ ആ ഒരു സ്ട്രെങ്തിനെ കുറച്ച്, അതായത് കുറച്ച് 1-2 മരങ്ങൾ മുറിക്കുക, ബാക്കിയുള്ള മരങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് മാക്സിമം ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമുക്കവിടെ റോഡ് വരുത്താൻ സാധിക്കും. അങ്ങനെ ഒരു ആശയം ഉണ്ടെന്ന് നിങ്ങളിൽ ഒരാൾ പറയുന്നു. അപ്പം മിസ്സിനും തോന്നുന്നു ആ ശരി അങ്ങനെയും ചെയ്യാമെന്ന്. അപ്പം എന്ത് ചെയ്യും? ഇറ്റ്സ് വെറും ഒപ്പീനിയൻ അല്ല. എന്ത് ഒപ്പീനിയൻ ആണ്? റാഷണാലിറ്റി ആൻഡ് സയന്റിഫിക് പെർസ്പെക്റ്റീവ്. നമ്മൾ യുക്തിപരമായി ചിന്തിക്കുന്നു വാട്ട് ദേ നീഡ്. മിസ് വെറുതെ പറഞ്ഞ് യൂട്യൂബിലോ അല്ലെ എവിടെയെങ്കിലും കമന്റ് ഇടുവല്ല അവിടെ റോഡ് വേണ്ട എന്ന്. മിസ് യുക്തിപരമായി ചിന്തിച്ചുകൊണ്ട് തന്നെ പറയുന്നു 1-2 മരങ്ങൾ മാത്രം മുറിച്ചിട്ട് ബാക്കി ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് റോഡ് വരുന്നു. അപ്പൊ എന്താണ് മിസ് ഈസ് റാഷണലി തിങ്കിങ് ഓൺ ദാറ്റ് അഫക്റ്റിംഗ് ഇഷ്യൂ. അപ്പൊ ആ ഒരു ഇഷ്യൂയിലെ റാഷണലി ആൻഡ് സയന്റിഫിക് പെർസ്പെക്റ്റീവ്, അത് സയന്റിഫിക് ആയിട്ട് ചിന്തിക്കും. ഹൗ ടു ക്രിയേറ്റ് എ റോഡ്, ആ റോഡ് എത്രമാത്രം സ്ട്രെങ്തോടെ എങ്ങനെ വേണം, ഇക്കോ ഫ്രണ്ട്ലി ആവണം, അതോ ഭയങ്കര പൊല്യൂട്ടഡ് രീതിയിലാവണം, എങ്ങനെ വേണം, എങ്ങനെ. അപ്പൊ സയന്റിഫിക് പെർസ്പെക്റ്റീവ് എഞ്ചിനീയേഴ്സിനെയൊക്കെ നമ്മൾ വിളിക്കുന്നു. അപ്പൊ വിളിച്ച് അവരുടെ ഒരു വ്യൂസ് പറയുന്നു. ഇവിടെ ഒരു റോഡ് വരുമ്പോൾ ട്രീസിനെ അഫക്റ്റ് ചെയ്യാതെ എങ്ങനെ റോഡ് ക്രിയേറ്റ് ചെയ്യാമെന്ന്. ദാറ്റ് മീൻസ് വി ഹാവ് എങ്ങനെയായിരിക്കണം അപ്പോൾ ഒരു പബ്ലിക് ഒപ്പീനിയൻ നടത്തേണ്ടത്? ഇറ്റ് ഷുഡ് ബി റാഷണൽ ആൻഡ് ഹാവ് സയന്റിഫിക് പെർസ്പെക്റ്റീവ്. എന്താണ്? റാഷണൽ വ്യൂസും ഉണ്ടാവണം, അതേപോലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവും നമുക്ക് വേണം. ഈ ഒരു 2 വ്യൂസും നമുക്ക് ഒരു ക്ലിയർലി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പബ്ലിക് ഒപ്പീനിയൻ വിച്ച് കുഡ് ബി ഇൻഫ്ലുവൻസ് സൊസൈറ്റി, എങ്കിൽ മാത്രമേ ആ ഒരു ഇൻഫ്ലുവൻഷ്യൽ ലെവലിലേക്ക് പബ്ലിക് ഒപ്പീനിയൻ വരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വെറുതെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഈവൻ ദോ വി ഹാവ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം. ഡെമോക്രാറ്റിക് കൺട്രിയാണ്, എനിക്ക് എന്നും പറയാം, എന്തിനും എങ്ങനെയും പ്രതികരിക്കാം അല്ലെ പറയാം എന്നൊരു ലെവല് വരാത്തതിന്റെ പ്രധാന കാരണം അതാണ്. എല്ലാ ഒപ്പീനിയൻസും നമ്മൾ പോളിസി ആയിട്ടോ ഒന്നും എടുക്കാത്തതിന്റെ പ്രധാന കാരണം ഇതാണ്.
എന്താണ്? റാഷണൽ ആൻഡ് സയന്റിഫിക് പെർസ്പെക്റ്റീവ് അതിലുണ്ട്. അങ്ങനെ ഒരു സയന്റിഫിക് ആൻഡ് റാഷണൽ പെർസ്പെക്റ്റീവിലേക്ക് ഒരു തോട്ട്, ഒരു ഇവന്റ്, പബ്ലിക് ഒപ്പീനിയൻ എത്തുമ്പോൾ എന്തിലേക്ക് എത്തുന്നു? ദിസ് വിൽ ഹെൽപ് ടു ഇവോൾവ് എ സിവിൽ സൊസൈറ്റി ദാറ്റ് ഈസ് അലേർട്ട് ടു ദ സോഷ്യൽ ഇഷ്യൂസ്. ദാറ്റ് മീൻസ് ഈ ഒരു റാഷണൽ ആൻഡ് സയന്റിഫിക് പെർസ്പെക്റ്റീവോട് കൂടിയ പബ്ലിക് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു സിവിൽ സൊസൈറ്റി, എങ്ങനെ സിവിൽ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഒരു സ്ട്രോങ് സിവിൽ സൊസൈറ്റി. സിവിൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഈ സിവിൽ സൊസൈറ്റി എന്നൊരു ഡൗട്ട് ഉണ്ടാവും നമ്മൾക്കിടയിൽ. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, നമ്മൾ രാവിലെ കാണുമ്പോൾ നമ്മൾ രാത്രി നമ്മൾ ഉത്സവത്തിന് പോകുന്നു. ഉത്സവത്തിന് അവിടെ ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട്. ഇപ്പം ഒരു ഫുഡ് സ്ട്രീറ്റിലേക്ക് പോകുന്നു, അവിടെ ചെന്ന് കാണുന്നു, കുറേ ഫുഡൊക്കെ വാങ്ങുന്നു. നമ്മൾ അവിടെ കുറച്ച് വേസ്റ്റ് ബിൻ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ എല്ലാ വേസ്റ്റ് ബിന്നിലേക്ക് ഫില്ലാവണമെന്നില്ല. പുറത്തോട്ട് വരുന്നു. എന്നാൽ രാവിലെ മിസ് അതേ സ്ഥലത്ത് തന്നെ രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേക്കിന് വീണ്ടും എത്തുന്നു. അവിടെ എത്തുമ്പോൾ നമ്മൾ ഇന്നലെ രാത്രി മിസ് കണ്ട അതേ സിസ്റ്റം തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് ഇന്നലെ കണ്ട അതേ വ്യൂ തന്നെ ആവണമെന്നില്ല. ഇന്നലെ ചപ്പ് ചവറെല്ലാം കിടന്ന് അവിടെ വൃത്തികേടാക്കി മിസ് തന്നെ 2 കുപ്പി അവിടെ ഇട്ടിട്ടുണ്ടാവും. എൻ്റെ തന്നെ അവിടെ കുപ്പി വന്നിട്ടുണ്ട്. അപ്പം രാവിലെ ഒരു 9 മണിയായപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പം അവിടെ ഞാൻ ഇട്ട വേസ്റ്റ് ബിന്നിൽ മിസ് ഇട്ട കുപ്പിയും പാത്രം ഒന്നും ഇല്ല. എന്ത് പറ്റി? ദാറ്റ് ഈസ് ക്ലീൻഡ്. അത് നമുക്കൊരു സിവിൽ സൊസൈറ്റി ഉണ്ട്. പബ്ലിക് റോഡ്സ് ക്ലീൻ ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? ക്ലീനിങ് സ്റ്റാഫുകളുണ്ട്. ഓരോ സ്റ്റാഫുകൾ നമ്മൾ കാണുന്നില്ല, രാവിലെ ചേച്ചിമാരും ചേട്ടന്മാരും അവിടെ വന്ന് തൂക്കുന്നു റോഡ് സൈഡ്, നല്ല ക്ലീൻ ആക്കി ഇടുന്നില്ലേ. എന്ത് കരികിലാണെങ്കിലും എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും അവർ അതിൻ്റെതായ വേസ്റ്റുകൾ സോർട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ആശാ വർക്കേഴ്സ് വരും. അവരെ ഒരു സിവിൽ സൊസൈറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ഇതിലൂടെ പറഞ്ഞാൽ സൊസൈറ്റി, സിവിൽ സൊസൈറ്റി എന്താണ്? പൗരസമൂഹം. സിവിൽ സൊസൈറ്റി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഐഡിയ ഇൻ ഡെമോക്രസി. ഇറ്റ് ഇൻക്ലൂഡ്സ് organizations, groups and people who work for the welfare of the society. എന്താണ് വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി? അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആശാ വർക്കേഴ്സ് വരുന്നു. അവരെന്തിനാണ്? നമ്മുടെ ഓരോ പഞ്ചായത്തിലെയും ഓരോ വീടുകളിലും എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം. അല്ല, അംഗൻവാടി സ്റ്റുഡൻസ് കുട്ടികളെ വിളിച്ചോണ്ട് പോകണം, കുറച്ച് കുട്ടികളാണ്. അപ്പം അവരെ അതിലേക്ക് തീർച്ചയായും എല്ലാ കുട്ടികളും സ്കൂളിംഗ് സിസ്റ്റത്തിലേക്ക് വരണം. അതിനുവേണ്ടി ആശാ വർക്കേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. ഓർഗനൈസേഷൻസ്, ഗ്രൂപ്പ്, പീപ്പിൾ, അവരെന്തിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്? വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. വെൽഫെയർ ഓഫ് ദ സൊസൈറ്റിക്ക് വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് ഈ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. വെൽഫെയർ ഈസ് പ്രൈമറി എയിം ഓഫ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം. ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ഒരു എയിം തന്നെയാണ് വെൽഫെയർ. സൊസൈറ്റിയുടെ അവിടുത്തെ ആളുകളുടെ വെൽഫെയർ നോക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകം ഗ്രൂപ്പിനെ, ഒരു സിസ്റ്റത്തിനെ ഗവൺമെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സിവിൽ സൊസൈറ്റി എന്ന് നമ്മൾ പറയുന്നത്. They will do this voluntarily without government control or profit motive, and they represent different views and ideas. അവരെങ്ങനെയാണ് അത് ചെയ്യുന്നത്? സ്വയം സന്നദ്ധതയോടെ, സർക്കാർ നിയന്ത്രണങ്ങളോ ലാഭേച്ഛയോ കൂടാതെ വൈവിധ്യമാർന്ന താല്പര്യങ്ങളോടും കാഴ്ചപ്പാടുകളോടും കൂടി പ്രവർത്തിക്കുന്നവരാണ് പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നത്. വാട്ട്സ് ദിസ് പോയിന്റ്? വോളണ്ടറി. അതായത് നമ്മൾ ബയോളജി കേട്ടിട്ടുണ്ടോ? വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ്. അതിൽ ഹാർട്ടിന്റെ ഒരു ഇതാണ്? വോളണ്ടറി ആണോ ഇൻവോളണ്ടറി ആണോ? കമന്റ് ചെയ്യണം. അപ്പം ഈ വോളണ്ടറി അവർ സ്വയം ചെയ്യുന്നുണ്ട്, വിത്തൗട്ട് ഗവൺമെന്റ് കൺട്രോൾ ഓർ പ്രോഫിറ്റ് മോട്ടീവ്. ഇവിടെ പ്രോഫിറ്റ് മോട്ടീവേ നടക്കുന്നില്ല. പബ്ലിക് സിസ്റ്റമായ ഗവൺമെന്റിന്റെ മെയിൻ എയിം എന്താണെന്ന് മിസ് പറഞ്ഞത്? വെൽഫെയർ ആണ്. എന്നാൽ ഒരു പ്രൈവറ്റ് സെക്ടറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു എയിം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ്. എന്നാൽ പ്രോഫിറ്റ് ആണ് അവരുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയും. അപ്പൊ ആ ഒരു പ്രോഫിറ്റ്. എന്നാൽ സിവിൽ സൊസൈറ്റിയിൽ ഗവൺമെന്റിന്റെ ഒരു നിർദ്ദേശം എന്നും വന്ന് ഗവൺമെന്റ് ഈ ആശാ വർക്കേഴ്സിനോട് പറയത്തില്ല, നിങ്ങൾ ഇന്ന് ഈ വീട്ടിൽ ഇത്ര മണിക്ക് പോകണം, ഇങ്ങനൊക്കെ ഇത്ര വീടുകൾ കയറണം, ഇന്ന ആളോട് ഇന്ന രീതി സംസാരിക്കണം, ഇന്ന രീതി അവരെ കൊണ്ടുവരണം. ഇന്ന് ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി അവർക്കൊരു റെക്കമെൻഡേഷൻസോ റൂൾസോ ഒന്നും പറയത്തില്ല. അവരോട് പറയുന്നത്
ഹൗ ക്യാൻ റിയാക്ട്, ഹൗ ദേ റെസ്പോണ്ട്. ആളുകളുടെ ഒരു റെസ്പോൺസ് കൂടി നോക്കി സോഫ്റ്റ് ആയിട്ട് അവർക്ക് തോന്നും എൻ്റെ വീട്ടിലെ ഒരു അംഗമാണിത് വന്ന് എന്നോട് സജസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു വെൽഫെയറിന് വേണ്ടി. അങ്ങനെ ആളുകൾക്ക് തോന്നിയെങ്കിൽ മാത്രമേ ആശാ വർക്കേഴ്സ് പറയുന്ന എന്ത് വർക്കായിക്കോട്ടെ, സ്കൂളിലേക്ക് കുട്ടികളെ ആഡ് ചെയ്യാനാണെങ്കിൽ ആ ഒരു സിസ്റ്റത്തിലേക്ക് ആളുകൾ വരത്തുള്ളൂ. അതുകൊണ്ടാണ് വിത്തൗട്ട് ഗവൺമെന്റ് കൺട്രോൾ, ഗവൺമെന്റ് അങ്ങനെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിച്ചിത്ര വേണം എന്നൊരു സിസ്റ്റം ഇല്ല. ഓർ പ്രോഫിറ്റ് മോട്ടീവ്, പ്രോഫിറ്റും അവർക്കിടയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ വോളണ്ടറി വർക്ക് ചെയ്യുന്നു. വോളണ്ടറി വിത്തൗട്ട് ഗവൺമെന്റ് കൺട്രോൾ ഓർ പ്രോഫിറ്റ് മോട്ടീവ്, ദേ റെപ്രസെന്റ് ഡിഫറെന്റ് വ്യൂസ് ആൻഡ് ഐഡിയാസ്. ഓരോ വീട്ടുകളിൽ എങ്ങനെ ചെന്ന് സംസാരിക്കണം എന്നത് ആ ചെല്ലുന്ന ആശാവർക്കറിന്റെ ഒരു ഐഡിയ ആണ്, അവരുടെ തോട്ടാണ്. എന്ത് പറഞ്ഞാൽ ആ വീട്ടിലെ കുട്ടി നാളെ സ്കൂളിൽ എത്തും എന്നത്, അല്ലെ ആ പേരന്റിനോട് എങ്ങനെ പറഞ്ഞ് കൺവേ ചെയ്താൽ ആ ഒരു സ്റ്റുഡൻറ്റിനെ അഥവാ ആ കുട്ടിയെ എങ്ങനെ സ്കൂളിലേക്ക് എത്തും എന്ന് പറയും. അപ്പൊ അവരുടേതായ വ്യൂസും തോട്ട്സും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് പബ്ലിക് ഒപ്പീനിയൻ നമുക്ക് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. ഒപ്പീനിയൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പല ഒപ്പീനിയൻ. അപ്പൊ എങ്ങനെയായിരിക്കും ഈ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലെ പബ്ലിക് ഒപ്പീനിയൻ? അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇനി മിസ് ഒന്നും പറയാം. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായത്തിന്റെ സവിശേഷത. ഫസ്റ്റ് വൺ ഈസ് ദ റിഫ്ലെക്ട്സ് ഡൈവേഴ്സ് ഒപ്പീനിയൻ. വാട്ട് ഈസ് ഡൈവേഴ്സ് ഒപ്പീനിയൻ? വൈവിധ്യമാർന്ന ഒപ്പീനിയൻസ് ആണ് ദേ ക്യാൻ എക്സ്പ്രസ്. മിസ് ആദ്യം തന്നെ പറഞ്ഞു ഒരു പാലം വരുന്നതിനെ പറ്റി. പാലം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ വെറുതെ പറയോ യെസ് ദേ ക്യാൻ ഡു ഇറ്റ്, പാലം വന്നോളൂ, വി ഡോണ്ട് ഹാവ് എനി ഒബ്ജെക്ഷൻ എന്ന് പറയണോ? അല്ല, നമ്മൾ പറയും പാലം വേണ്ട, പാലം വന്നോളൂ എന്നും പറയും. അപ്പം പാലം വേണോ? വേണ്ടേ? വേണമെങ്കിൽ വന്നോളൂ, വേണ്ടെങ്കിൽ വരണ്ട. ഇങ്ങനെ അഭിപ്രായമുള്ളവരുണ്ട്. ദാറ്റ് മീൻസ് ഒരു ന്യൂട്രൽ രീതിയിൽ നിൽക്കുന്നവരുണ്ട്. അപ്പം ഒരു ഡൈവേഴ്സ് ഒപ്പീനിയൻ ആണ്. 2019 നമ്മുടെ ഒരു ഇന്ത്യ ഗവൺമെന്റ് വന്നൊരു സിസ്റ്റമാണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്. അമെൻമെന്റ് ആക്ട് 2019 വന്നു. നമുക്കിടയിൽ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തവരുമുണ്ട്, അതിനെ റിജക്റ്റ് ചെയ്തവരുമുണ്ട്. സപ്പോർട്ട് ചെയ്ത് നമ്മൾ പ്രധാനമായും ഈ സിറ്റിസൺഷിപ്പിനെ പറ്റി എന്താ പറഞ്ഞത്? മൈനോറിറ്റീസിനെ പോലും ഈ സിറ്റിസൺഷിപ്പിലേക്ക് ആഡ് ആവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് സപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? മൈനോറിറ്റീസിനെ പോലും ഇതിലേക്ക് ആഡ് ആവാൻ. അപ്പം മൈനോറിറ്റി സിറ്റിസൺസ് ഇന്ത്യയിൽ പല ഭാഗത്തും ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പൊ അവരെ ഇവിടെ ആഡ് ആവാൻ ഈ ഒരു ഇതൊരു സർവേ എടുത്ത് ഇതിൽ ആക്ട് വരുന്നു. അപ്പൊ അതിനൊരു സർവേ എടുക്കുന്നു, എത്ര പേരുണ്ട് ആഡ് ആവാത്ത സിറ്റിസൺ. അപ്പൊ അവരെയൊക്കെ ശ്രദ്ധിക്കാൻ ഈ ഒരു സിറ്റിസൺഷിപ്പ് ആക്ടിലൂടെ പറ്റുന്നു എന്നൊരു സപ്പോർട്ടീവ് വന്നു. എന്നാൽ അതേസമയം റിജക്ട് ചെയ്തപ്പോൾ ആളുകൾ എന്താണ് പറയാൻ? ഇറ്റ് ഈസ് ഡിസ്ക്രിമിനേറ്റീവ്, ഇതൊരു ഡിസ്ക്രിമിനേറ്റീവ് ബിഹേവിയർ ഉള്ളതാണെന്ന് പറഞ്ഞു. ഡിസ്ക്രിമിനേറ്റീവ് എന്ന് പറയുമ്പം ഒരു മേ ബി ഇറ്റ് ക്യാൻ ബി റിലീജിയസ് ആയിട്ട് ഡിസ്ക്രിമിനേറ്റീവ് വരുന്നു. ചിലപ്പം അൺവാണ്ടഡ് ആയിട്ട് ആളുകൾ സിറ്റിസൺഷിപ്പിൽ നിന്ന് ക്യാൻസൽ ചെയ്യാൻ ഗവൺമെന്റ് എന്തെങ്കിലും റൂൾസ്, ഒരു മൈനർ പോയിന്റ് പറഞ്ഞ് അവരെ ആ ഒരു സിറ്റിസൺഷിപ്പിൽ നിന്ന് മേ ബി ഇയേഴ്സ് ആയിട്ട് താമസിക്കുന്ന ആളുകളുണ്ട്, അവരെ ചിലപ്പം ഒരു മൈനർ പോയിന്റ് വെച്ചിട്ട് പറയും നിങ്ങൾ ഈ സിറ്റിസൺഷിപ്പിന് അർഹരല്ല എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഇത്രയും നാളും അവരുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു നാട്ടില് ആണ് താമസിച്ചത്. അങ്ങനെ വരുമ്പോൾ നാളെ അവർക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരും, വേറൊരു നാട്ടിലേക്ക് പോകേണ്ടി വരും. പുതിയ സിറ്റിസൺഷിപ്പ് അവിടെ കിട്ടണമെന്നില്ല. ബിക്കോസ് 10-12 കൊല്ലങ്ങളായി ഗ്രാൻഡ് പേരൻസ് തൊട്ട് ഈ ഒരു നാട്ടിൽ താമസിക്കുമ്പം അടുത്തൊരു സ്റ്റേറ്റിലേക്ക് അല്ലെ കൺട്രിയിലേക്ക് പോകുമ്പോൾ അവർക്ക് സിറ്റിസൺഷിപ്പ് ഇല്ല. ന്യൂ കൺട്രിയിലും കിട്ടണമെന്നില്ല, നമ്മൾ ഇത്രയും നാളും നിന്നൊരു കൺട്രിയിലും കിട്ടണമെന്നില്ല. അപ്പോൾ ക്യാരക്ടേഴ്സിന്റെ സെക്കൻഡ് ഇതാണ് ക്രിയേഷൻ ഓഫ് എ ജനറൽ കൺസേൺസ് ഓൺ എ ടോപ്പിക്. അതായത് പൊതുവായിട്ടുള്ളൊരു അഭിപ്രായമാണ് എടുക്കുന്നത്. നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ്റെ ഡെഫിനിഷൻ കണ്ടപ്പോഴും നമ്മൾ നോട്ടീസ് ചെയ്യാണ് ജനറൽ ഒപ്പീനിയൻ ആണ്, ജനറലി അക്സെപ്റ്റഡ് ഒപ്പീനിയൻസ് ആണ് നോക്കുന്നത്. ഇവിടെ പറയുന്നു ജനറൽ കൺസേൺസ് ഓൺ എ ടോപ്പിക്, ഒരു ടോപ്പിക്ക് പൊതുവായിട്ടുള്ള ഇഷ്യൂ അതിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവായിട്ടെന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് മൈനോറിറ്റീസിനും അവിടെ ഈ പബ്ലിക് ഒപ്പീനിയൻ പറയാം. എന്നിരുന്നാലും ഒരു ജനറൽ ആയിട്ടുള്ള ഏറ്റവും മെജോറിറ്റി വരുന്ന ഒപ്പീനിയൻസ് ആണ് അക്സെപ്റ്റഡ് ആവുന്നത്, അല്ലെ അതാണ് ഫുൾഫില്ലിലേക്ക് പോകുന്നത്.
ഒരു പോളിസി മേക്കിങ്ങിലേക്ക് തന്നെ പോന്നു. പാലം വേണോ വേണ്ടായോ എന്ന് മിസ് പറയുന്നു, പാലം വേണ്ട എന്ന്. ബട്ട് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ പറയുന്നു പാലം വേണം എന്ന്. അപ്പൊ എന്ത് ചെയ്യും? യെസ്, എൻ്റെ ആശയങ്ങൾ, മിസ്സിന്റെ ആശയങ്ങൾ അവിടെ റിജക്റ്റഡ് ആവുന്നില്ല. എന്നിരുന്നാലും അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മിസ്സിന്റെ വാദം എന്താണ്? അവിടെ ട്രീസ് എല്ലാം നശിക്കപ്പെടുന്നു. എന്നിരുന്നാലും അത് ശ്രദ്ധിക്കുന്നു, നോട്ടീസ് ചെയ്തിട്ട് ജനറലി അക്സെപ്റ്റഡ് ഒരു ഹയർ ഒപ്പീനിയൻസ് ഉള്ള, അല്ലെ കൂടുതൽ ഒപ്പീനിയൻസ് ഉള്ള ഭാഗമായ പാലം വേണം എന്നൊരാശയത്തിലേക്ക് എത്തുന്നു. അപ്പൊ ജനറൽ ടോപ്പിക്കാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു ഇലക്ഷൻ സമ്പ്രദായത്തിൽ തന്നെ നോക്കുമ്പം നമ്മുടെ PM സെലക്റ്റഡ് ആയത് ഇലക്ഷൻ നടന്നപ്പോൾ ഫസ്റ്റ് പേഴ്സണും ഉണ്ട്, സെക്കൻഡ് പേഴ്സണും ഉണ്ട്, പല സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ പോലും ഒരു PM ഒരു പാർട്ടി എത്തിക്കഴിഞ്ഞു, മിനിസ്റ്റർ എന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ. എന്നാൽ ഓപ്പോസിഷൻ പാർട്ടി ഉണ്ട്. അപ്പം ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറഞ്ഞപ്പോൾ ദേ ആർ നോട്ട് അക്സെപ്റ്റഡ് പേഴ്സൺസ്. അവർ അക്സെപ്റ്റഡ് ആണ്, അവർക്കും നല്ലൊരു മെജോറിറ്റി ഉണ്ടെങ്കിൽ പോലും അതിൽ കൂടുതൽ മെജോറിറ്റി ആർക്കാണ് വന്നത്? PMന്റെ പാർട്ടി, പ്രൈം മിനിസ്റ്റർ ആവാനുള്ളവരുടെ പാർട്ടിയിലേക്കാണ് കൂടുതൽ വോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയിൽ ഹെഡായി പ്രൈം മിനിസ്റ്റർ വന്നു. അപ്പം ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റൊരു പാർട്ടി ഉണ്ട്, അവർക്കും അവരുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം വോട്ട് കുറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അവരെ നമ്മൾ മാറ്റി നിർത്തുന്നില്ല, അവരെ ഒപ്പോസിഷൻ പാർട്ടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് ജനറൽ കൺസേൺസ് ഓൺ എ ടോപ്പിക്. എവിടെയാണോ ഒപ്പീനിയന്റെ ഹയർ മെജോറിറ്റി വരുന്നത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പോളിസി ആയിട്ടോ അല്ലെ എന്താണോ ആ ഒരു ഡെവലപ്മെന്റിലേക്ക്, വെൽഫെയറിലേക്ക് സൊസൈറ്റി പോകുന്നു. ആൻഡ് തേർഡ് ഫങ്ഷൻ ക്യാരക്ടറിസ്റ്റ് ആണ് പൊളിറ്റിക്കൽ മാറ്റേഴ്സ്, സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചർ മാറ്റേഴ്സ്. പൊളിറ്റിക്കലായിട്ടുള്ളൊരു മാറ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പൊളിറ്റിക്കൽ ഇന്ന ഇത് വേണം, ഇന്നൊരു ബാങ്കാണ് വേണ്ടത്, അല്ലെ പൊളിറ്റിക്കൽ റൂൾസോ അല്ലെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻസ് മാത്രമല്ല, സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചർ മാറ്റേഴ്സ്. എന്താണ് സോഷ്യോ എക്കണോമിക് കൾച്ചർ മാറ്റേഴ്സ്? നമ്മൾ ഒരു പല കാലഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ, ഇന്നിപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് മിസ്സിനൊരു ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് എന്ത് ചെയ്യും? സൊമാറ്റോയിലോ സ്വിഗ്ഗിയിലോ ഓർഡർ ചെയ്ത് ഫുഡ് വീട്ടിൽ തന്നെ വരുത്തും. നമ്മൾ ആ ഒരു കൺവീനിയൻസ് സിസ്റ്റത്തിലേക്ക് വന്നു. നമ്മുടെ സോഷ്യോ എക്കണോമിക് കൾച്ചറിൽ ചേഞ്ചസ് ഉണ്ട്. എങ്ങനെ? നമുക്ക് ഇത്തിരി കൂടി കൺവീനിയൻ്റ് ആയി നമുക്ക് ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എൻജോയ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി ഇത്തിരി കൂടി എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി സിസ്റ്റം എന്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആയ ഈ സൊമാറ്റോ, സ്വിഗ്ഗി എന്നുള്ളതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം എന്ത് ചെയ്തു? നമ്മൾക്ക് നമ്മുടെ ആ ഒരു ബിസി ലൈഫിൽ ഇത്തിരി കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഫുഡൊക്കെ ആസ്വദിക്കാൻ പറ്റും. മറ്റ് ഓൺലൈനിൽ നമ്മളിപ്പം ആമസോണിലാണെങ്കിലും മറ്റ് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോഴായാലും നമ്മുടെ ഒരു ഈസി ലെവലിലേക്ക് എത്തി. അപ്പം നമ്മുടെ ആ ഒരു സിസ്റ്റം ഇത്തിരി കൂടി സ്മൂത്ത് ആയിട്ട് മാറും. അപ്പോൾ പൊളിറ്റിക്കൽ ഇത് മാത്രമല്ല, ഒരു സോഷ്യോ എക്കണോമിക് കൾച്ചർ മാറ്റേഴ്സ് കൂടി ഒരു സിസ്റ്റത്തിലേക്ക് അക്സെപ്റ്റഡ് ആണ്. ആ ഒരു ഒപ്പീനിയനോടെ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? പൊളിറ്റിക്കൽ മാറ്റേഴ്സ് മാത്രമല്ല, സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചർ മാറ്റേഴ്സും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർത്ത് ക്യാരക്ടറിസ്റ്റിക്സ് എൻഷുവേഴ്സ് ഡെമോക്രാറ്റിക് കമ്മ്യൂണിക്കേഷൻ. ഡെമോക്രാറ്റിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് മിനിസ്റ്റേഴ്സും നമ്മളും തമ്മിലുള്ള ഒരു ഫ്രീ ഫ്ലോ. അതിനൊരു പ്രധാന ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു KSRTC ന്യൂ ലെവൽ ഓഫ് KSRTC നമ്മൾ ബാംഗ്ലൂർ പാലക്കാട് റൂട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ കണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ കണ്ട്? ഒരു ഫ്ലാഗിൻ്റെ ഒരു കളർ മോഡിലേക്ക് വന്നു. അതെങ്ങനെയാണ് വന്നത്? പെട്ടെന്ന് ഒരു ദിവസത്തെ മിനിസ്റ്റർ പറഞ്ഞു നാളെ തൊട്ട് ഇന്ന വണ്ടി വരുന്നു എന്നാണ്? അല്ല, അടുത്ത ബാംഗ്ലൂർ പാലക്കാട് ട്രാവൽ ചെയ്യുന്ന ബാംഗ്ലൂർ വർക്കിംഗ് പേഴ്സൺസ്, കേരളത്തിൽ നിന്ന് പോയ വർക്കിംഗ് പേഴ്സൺസ് പറഞ്ഞു, ഞങ്ങൾക്കൊരു ബൈക്കോ ഒന്നും പോരാ, ഞങ്ങൾക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് മടുത്തു, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ല അടിപൊളി കിഡിലൊരു KSRTC വേണമെന്ന് മിനിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു. അവർ ഒപ്പീനിയൻസ് വന്നു. അപ്പോൾ ഒപ്പീനിയൻസ് വന്നപ്പോൾ മിനിസ്റ്റർ വിചാരിച്ചു, വൈ നോട്ട്, നമുക്കൊരു അടിപൊളി കിഡിലനാവാം. കിഡിലൻ കളർഫുൾ KSRTC വന്നു. അപ്പോൾ KSRTC വന്നപ്പോൾ എന്താണ്? അവിടെ ഒരു ഡെമോക്രാറ്റിക് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. ദാറ്റ് മീൻസ് ഒരു ഫ്രീ ഫ്ലോ ഓഫ് ഒപ്പീനിയൻസ് അവിടെ ഒരു ഫ്രീ ഫ്ലോ ആയിട്ട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു. ആളുകൾക്ക് അവരുടെ ആശയങ്ങൾ ഡെമോക്രാറ്റിക് രീതിയിൽ, ഗവൺമെന്റിന് അത് കേട്ടപ്പോൾ മനസ്സിലായി, ഓ യെസ്, അത് നല്ലൊരു ആശയമാണ്, നമുക്ക് ബാംഗ്ലൂരിലേക്ക് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നു അല്ലെ വർക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അവർക്കൊരു ഇത്തിരി കൂടി ഫെസിലിറ്റി കൊടുത്ത് ഇത്തിരി കൂടി ട്രാൻസ്പോർട്ടേഷൻ ഈസി ആയി കഴിഞ്ഞാൽ
പറ്റുമെങ്കിൽ നമുക്ക് ഇത്തിരി അവർക്ക് ഫെസിലിറ്റി കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു ലൈഫ് സിസ്റ്റം, ഡെയിലി സിസ്റ്റം സ്മൂത്ത് ആയിട്ട് വർക്കം ചെയ്യും. അതുകൊണ്ടാണ് അത് ആശയം കേട്ടപ്പോൾ ഒരു ബസ് വേണം എന്ന് അവിടുത്തെ പേഴ്സൺസ് പറഞ്ഞപ്പോൾ മിനിസ്റ്ററിന് മനസ്സിലായി ഇറ്റ്സ് ട്രൂലി അഫക്റ്റിംഗ് ദം, ഇറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദെയർ ഡെയിലി ലൈഫ്. അങ്ങനെയാണ് ഈ ഒരു കളർഫുൾ KSRTC സിസ്റ്റം നമ്മളിലേക്ക് എത്തുന്നത്. ആൻഡ് ഫൈനൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഫിഫ്ത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്താണ്? ഇറ്റ് ചേഞ്ച് വിത്ത്, എന്താണ് ഫീച്ചർ? ഇറ്റ് ചേഞ്ച് വിത്ത് ചേഞ്ച് വിത്ത് ടൈം പ്ലേസ്. ടൈമിനും പ്ലേസിനും അനുസരിച്ച് ചേഞ്ച് വിത്ത് ടൈം ആൻഡ് പ്ലേസ്. ടൈമിനും പ്ലേസിനും അനുസരിച്ച് മാറും. നമുക്ക് എവിടെ വേണമെങ്കിലും മാറും. 2019 കാലഘട്ടങ്ങളിൽ നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തൊരു ഫേസ് ആയിരുന്നു COVID-19 എന്ന് പറയുന്നത്. 2019-20 കാലഘട്ടത്തിലേക്ക് മിസ് അന്നിരുന്നപ്പോൾ വെറുതെ ബോറടിച്ചിട്ടുണ്ട് പലപ്പോഴും. പിന്നെ കുറേ നാൾ ലോക്ക്ഡൗൺ ഒക്കെ ആയി ഒത്തിരി വിഷമങ്ങളൊക്കെ വന്നെങ്കിൽ പോലും നമുക്ക് പുറത്തോട്ടിറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ലോക്ക്ഡൗൺ ഒക്കെ മാറ്റി എല്ലാവരും പുറത്തോട്ടിറങ്ങുന്നു ഫ്രീലി. സ്കൂളിലും കോളേജിലൊക്കെ എല്ലാവർക്കും പോകാൻ പറ്റി. സ്കൂളിലും കോളേജിലും പോകുന്നുണ്ടെങ്കിലും ഗവൺമെൻറ് എന്താണ് പറഞ്ഞത്? എവരിവൺ ഷുഡ് വിയർ മാസ്ക് 1 or 2, അറ്റ്ലീസ്റ്റ് 1 എങ്കിലും മാസ്ക് ഇട്ടുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? നമ്മളെല്ലാവരും മാസ്ക് ഇട്ടു. മാസ്ക് ഇട്ടിട്ട് പുറത്തിറങ്ങി. പക്ഷേ ഗവൺമെൻറ് ട്രൂലി ഇന്നും പല വേരിയന്റ് ആ ഒരു കോവിഡിന്റെ വരുന്നുണ്ടെന്ന് കേട്ടാൽ ഇന്ന് നമ്മളെല്ലാവരും മാസ്ക് ഇടുവോ? ഇല്ല, നമുക്ക് മടിയാണ് മാസ്ക് ഇടാം. എന്നാലും നമ്മളൊരു ചിലപ്പോൾ പൊല്യൂഷനൊക്കെ ഉണ്ട്, അല്ലെ നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എന്ന് തോന്നുമ്പോൾ മാസ്ക് ഇടും. ആ ഒരു കോവിഡ് 2019 ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു ടൈമിലെ, ആ ഒരു മന്തിലെ, ആ ഒരു ടൈം പീരീഡിലെ അനുസരിച്ച് നമ്മൾ മാസ്ക് എപ്പോഴും റെഗുലർലി യൂസ് ചെയ്യണമെന്നില്ല, അല്ലെ എല്ലാവരും യൂസ് ചെയ്യണം എന്നില്ല. എന്താണ് അപ്പോൾ അവിടെ സംഭവിച്ചത്? ഒരു പബ്ലിക് ഒപ്പീനിയൻ, അന്ന് മാസ്ക് ഇട്ടാൽ മാത്രമേ നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റൂ, അല്ലെ പുറത്തിറങ്ങി നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ മാസ്ക് ഷുഡ് വിയർ എന്നായിരുന്നു. എന്നാൽ ഇന്ന് 2025 നമ്മൾ ഈ ഒരു ടൈം പീരീഡിൽ നിൽക്കുമ്പോൾ എന്താണ് പറയുന്നത്? നമുക്ക് വിയർ വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ വേണ്ട, എന്താണെന്ന് വെച്ചാൽ നമ്മുടേതായ ഇഷ്ടങ്ങളിലേക്ക് ചെയ്യാം. അപ്പം ഇന്നും എന്നിരുന്നാലും മാസ്ക് വിയർ ചെയ്യുന്നവരുണ്ട്, വിയർ ചെയ്യാത്തവരുണ്ട്. അപ്പം അതൊരു സെൽഫ് ചോയ്സിലേക്ക് മാറി. അപ്പം ടൈമിനനുസരിച്ച് നമ്മുടെ ഡിസിഷൻ മാറി, നമ്മുടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ കണക്കിലെടുത്ത് നമ്മുടെ ഇത് മാറുന്നുണ്ട്. നമുക്ക് അതേപോലെ തന്നെ ഇപ്പം റെലവൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത് ഒരു സിസ്റ്റം ആയിരുന്നു. +2, +1, 10th ഉണ്ട്, 8 ഹയർ സെക്കൻഡറി, ആ ഒരു സിസ്റ്റത്തിലേക്കായിരുന്നു. ദാറ്റ് മീൻസ് അതൊരു 10+2 സിസ്റ്റം ആയിരുന്നു. 10+2 സിസ്റ്റം ആയിരുന്നു നമ്മൾ എഡ്യൂക്കേഷനിൽ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത് മാറിയിട്ട് ഒരു 4 ലെവലിലേക്ക്, ഫൗണ്ടേഷൻ, പ്രിപ്പറേറ്ററി, അങ്ങനെ ഓരോ മിഡിൽ ഇത് അങ്ങനെ സെക്ഷൻസ് തിരിച്ചു. അതായത് 5+3+3+4 ഒരു 4 സ്റ്റേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്ത്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ചേഞ്ച് ചെയ്തു. അതായത് പണ്ടുണ്ടായിരുന്ന സിസ്റ്റം, നേരത്തെ സിസ്റ്റം മോശമാണെന്നോ അല്ലെന്നോ അല്ല പറയുന്നത്. ഇപ്പോഴത്തെ എഡ്യൂക്കേഷനിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരണം, ഇത്തിരി അഡ്വാൻസ് ആവണം. നമ്മളിപ്പം AI സിസ്റ്റമാണ്. ChatGPT യൂസ് ചെയ്ത് ആൻസർ എഴുതാത്ത എത്ര പേരുണ്ട്? നമുക്ക് അല്ല, ആൻസർ മാത്രമല്ല, നമ്മുടെ ഇമേജ് ജെമിനി ആയിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ ട്രെൻഡ്. അതിന് മുമ്പ് ChatGPT ആയിരുന്നു. അപ്പം ഇങ്ങനെ ട്രെൻഡ് മാറുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം? ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും മാറ്റം വരണം എന്ന് ഗവൺമെന്റിന് തോന്നിയപ്പോഴാണ് ഈ ഒരു 5+3+3+4 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയിട്ട് 2020 വരെയിട്ട് നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇതിൽ ഇങ്ങനെയൊക്കെ കൊണ്ടുവരണം. ഓരോ സ്റ്റേറ്റിലും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും, എങ്ങനെയൊക്കെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം ഗവൺമെൻറ് ഇങ്ങനെ പബ്ലിക് ഒപ്പീനിയനിലൂടെ മനസ്സിലാക്കുകയാണ്. തമിഴ്നാട് സ്റ്റേറ്റ്, നോർത്തിലേക്ക് പോകുമ്പോൾ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്. അപ്പം ഈ ഒരു സ്റ്റേറ്റിൻ്റെ, ഓരോ സ്റ്റേറ്റിൻ്റെയും എഡ്യൂക്കേഷണൽ സിസ്റ്റം ഈ ഒരു NEP വരുമ്പോൾ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ ഒരു ലിറ്ററസി ലെവലും അതും നോക്കുമ്പോൾ എങ്ങനെയാണ് ജോബ് ഓറിയൻറ്റഡ് ആവുന്നോ, അല്ലെ ഉത്തർപ്രദേശിലെ ആ ഒരു ജോബ് ഓറിയൻറ്റഡ് ആളുകളുടെ ഒരു വർക്കിംഗ് ഏജ് പീപ്പിളുടെ ഒരു സെക്ടർ നമ്മൾ ആ ഒരു ഗ്രാഫ് നോക്കുമ്പോഴും കേരള സ്റ്റേറ്റിലെ ആളുകളുടെ വർക്കിംഗ് സെക്ഷൻ ആ ഒരു ഗ്രാഫ് നോക്കുമ്പോഴും ഡിഫറൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പം ഈ എഡ്യൂക്കേഷൻ ആഡ് ആകുമ്പോൾ
ഒരു സിസ്റ്റം ന്യൂ വരുമ്പോൾ എങ്ങനെയാണ് മാറുന്നതെന്ന് ഗവൺമെന്റിന് അതിൻ്റെതായ വ്യക്തമായ ധാരണകളുണ്ട്. അപ്പം ഇന്നുണ്ടായി ഈ ഒരു പബ്ലിക് ഒപ്പീനിയനിലൂടെ കാലഘട്ടം മാറിയനുസരിച്ച് നമ്മുടെ പോളിസീസും മാറി. അപ്പം ഒരു ടൈമിനോ പ്ലേസിനോ എക്സ്പെക്റ്റഡ് അല്ല, അത് എങ്ങനെയാണോ എവിടെയാണോ ആ പബ്ലിക് ഒപ്പീനിയൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ആണെങ്കിലും ഒരു കാരണമാണെങ്കിലും ഒരു ഫാക്ടർ ആണെങ്കിൽ പോലും അത് ഒരു പ്ലേസിൽ അഡോപ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് ഗവൺമെന്റിന് അറിയാം. അപ്പം ടൈമിനും പ്ലേസിനും അനുസരിച്ച് പബ്ലിക് ഒപ്പീനിയൻ മാറുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ വെൽഫെയർ ആക്ടിവിറ്റീസും മാറ്റിക്കൊണ്ടേയിരിക്കും ഗവൺമെന്റ്. അപ്പം നമ്മൾ നോക്കിയത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മൾ 4 എണ്ണമാണ് 5 എണ്ണം ആണ് കണ്ടത്. ഏതൊക്കെ? ഇറ്റ്സ് ക്രിയേഷൻ ഓഫ് എ ജനറൽ കൺസേൺസ് ഓൺ എ ടോപ്പിക്. ജനറൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അക്സെപ്റ്റഡ് ആയിട്ടാണ് വരുന്നത്. പൊളിറ്റിക്കൽ മാറ്റേഴ്സ്, സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ മാറ്റേഴ്സ്, ഈ മാറ്റേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഒരു പബ്ലിക് ഒപ്പീനിയൻ നോക്കുമ്പോൾ. ആൻഡ് തേർഡ് ഈസ് എൻഷുവേഴ്സ് ഡെമോക്രാറ്റിക് കമ്മ്യൂണിക്കേഷൻ. ഡെമോക്രാറ്റിക് ലെവലിൽ ഒരു ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, മിനിസ്റ്റർ ആണെങ്കിലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും അവരോട് നമുക്കൊരു ഫ്രീലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പബ്ലിക് ഒപ്പീനിയനിലേക്കാണ് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഉള്ളത്. ആൻഡ് അനദർ ക്യാരക്ടറിസ്റ്റിക്സ്, ഇറ്റ് റിഫ്ലക്ട്സ് ഡൈവേഴ്സ് ഒപ്പീനിയൻ. പലരുടെ ഒരു അഭിപ്രായ ഘട്ടങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പലരുടെ ആശയങ്ങൾ ഒരുമിച്ച് കൂടി അത് നമുക്കൊരു നല്ലൊരു ഫാക്ടറാക്കി നല്ലൊരു ഡെവലപ്മെന്റൽ ഒരു ഇഷ്യൂ ആക്കി. ദാറ്റ് മേ ബി സോഷ്യൽ, ദാറ്റ് മേ ബി എക്കണോമിക്കൽ ഓർ പൊളിറ്റിക്കൽ മാറ്റർ. പൊളിറ്റിക്കൽ മാറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നു നമ്മൾ വോട്ടിംഗ് സിസ്റ്റം, നേരത്തെ ഒരു പേപ്പർ സിസ്റ്റം ആണ്. പേപ്പർ സിസ്റ്റത്തിൽ നിന്ന് നമ്മളിപ്പം ഒരു ഇലക്ട്രോണിക് EV രീതിയിലേക്ക് വന്നു. ആ ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് ചേഞ്ചസ് വന്നു. എന്തുകൊണ്ടാണ്? അന്ന് പൊളിറ്റിക്കൽ മാറ്റേഴ്സ് ആൾ പറഞ്ഞു പോപ്പുലേഷൻ കൂടി വരുന്നു. അപ്പോൾ ഒരു പേപ്പർ സിസ്റ്റം ആയി കഴിഞ്ഞാൽ നമുക്കപ്പം ആ ഒരു പോപ്പുലേഷനെ ഒരു 1 ഡേക്കുള്ളിൽ വോട്ടിംഗ് സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എസ്പെഷ്യലി സെൻട്രലിലേക്കുള്ള ഇലക്ഷൻ ഒക്കെ പോകുമ്പോൾ 1 ഡേ നമുക്ക് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അതിൻ്റെതായ ഇഷ്യൂകൾ വന്നപ്പം പൊളിറ്റിക്കൽ ഇതിൽ നമുക്ക് ചേഞ്ചസ് വേണം. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ ചേഞ്ചസ് വന്നെയാണ് നമ്മൾ ഇലക്ട്രോണിക് സിസ്റ്റത്തിലേക്ക് വോട്ടിംഗ് സിസ്റ്റം വന്നത്. അപ്പം എന്താണ്? നമ്മുടെ പബ്ലിക് ഒപ്പീനിയനാണ് അവിടെ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്തത്. അപ്പം അതൊരു നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു ഘടകമാൻ പറ്റും, ഇൻഫ്ലുവൻഷ്യൽ ആണ് എന്ന് തോന്നിയപ്പോഴാണ് അതിൽ ചേഞ്ചസ് വരുത്തിയത്. അപ്പം മിസ് 5 ക്യാരക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് ഈസ് ചേഞ്ചിങ് ടൈം ആൻഡ് പ്ലേസ്. ടൈമും പ്ലേസിനും അനുസരിച്ച് പബ്ലിക് ഒപ്പീനിയൻ്റെ ആശയങ്ങൾക്ക് അതുവരെ വരുന്ന ഡിസിഷൻസും മാറ്റാൻ സാധിക്കും, അല്ലെ മാറ്റാൻ പറ്റണം. എങ്കിൽ മാത്രമേ ആ ഒരു സിസ്റ്റം പ്രോപ്പറായി വർക്ക് ചെയ്യുന്നു, അല്ലെ ഡെവലപ്ഡ് ആവുന്നു, ഗ്രോത്ത് ഉണ്ടാവുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ബിക്കോസ് വി ദ പീപ്പിൾ ഹാവ് പവർ ഇൻ ഡെമോക്രാറ്റിക് കൺട്രി. നമ്മൾ പീപ്പിളിന് ഡെമോക്രാറ്റിക് കൺട്രിയിൽ പീപ്പിളിന് സ്ട്രെങ്ത് ആണ്, അവർ പവറാണ്, അവർ എംപവർ ചെയ്യാൻ വേണം. പവർ ഉണ്ടായാൽ മാത്രം പോരാ, കൂടുതൽ എംപവർ ആവുകയും വേണം. അങ്ങനെ എംപവർ ആവുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു സിസ്റ്റം പ്രോപ്പർലി വർക്ക് ആവുന്നത്. അതേപോലെ തന്നെ ഡെമോക്രാറ്റിക്കിൻ്റെ സിസ്റ്റം എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. നമ്മൾ കൂടുതൽ ബേസിക് ആക്ടിവിറ്റീസിലേക്ക് നമ്മളും ഇൻവോൾവ് ആവും. നമ്മൾ എംപവർ ആകുമ്പോഴത്തേക്കിനും എന്താണ്, കൂടുതൽ ഇൻവോൾവ് ആവാൻ നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർ ആവും. ആ ഒരു പ്രിപ്പറേഷന് സഹായിക്കാൻ ഈ പബ്ലിക് ഒപ്പീനിയനിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും നിങ്ങളുടെ ഓരോ പബ്ലിക് ഒപ്പീനിയനും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതൊരു റാഷണൽ ആൻഡ് സയൻറ്റിഫിക് പെർസ്പെക്റ്റീവിലായിരിക്കണം. റാഷണൽ പെർസ്പെക്റ്റീവിലൂടെ നമ്മുടെ ഒപ്പീനിയൻസ് നമ്മൾ എന്നും എഴുന്നേറ്റ് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളെല്ലാവരും പറയുന്ന പോലെ കുറേ വാചകങ്ങളും ഡയലോഗുകളും ഇടുന്നതല്ല പബ്ലിക് ഒപ്പീനിയൻ. റാഷണൽ ആൻഡ് സയൻറ്റിഫിക് പെർസ്പെക്റ്റീവിലൂടെ നമ്മുടെ ഐഡിയാസ് ആൻഡ് തോട്ട്സ് ഷെയർ ചെയ്യുമ്പോഴാണ് അതൊരു പബ്ലിക് ഒപ്പീനിയനായിട്ട് മാറുന്നത്. അങ്ങനെ ആ പബ്ലിക് ഒപ്പീനിയന് ഒരു വാലിഡിറ്റി ഉണ്ടാവും. കാരണം നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവ് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്താൽ മെജോറിറ്റിയാണ് നമ്മൾ കണ്ടു. മെജോറിറ്റി ഒപ്പീനിയനും ഒരു ട്രൂലി ഇറ്റ്സ് അഫക്ട്സ് എ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. എന്താണ്? സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗവൺമെൻറ് അത് ഫോക്കസ് ചെയ്യും. ഫോക്കസ് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതിനെപ്പറ്റി ആക്ടുകളും പോളിസീസും വെറുതെ ഡയറക്ട്ലി വന്ന ആക്ടുകളും പോളിസീസും ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. അതിന് പകരം ആ ആക്ടിൻ്റെ ഇഫക്റ്റ് ഓരോ സ്റ്റേറ്റിലും ഓരോ പ്ലേസിലും ഓരോ പോയിന്റിലും എങ്ങനെയാണെന്ന് ഒരു സ്റ്റഡീസ് നടത്തും. അപ്പോൾ ആ സ്റ്റഡീസിൻ്റെ ഒരു റിസൾട്ട് പ്രകാരം എങ്ങനെ വേണം, എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എത്ര നാളെ എത്ര ഘട്ടമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമുക്കറിയാം കേരളത്തിലെ മെട്രോ സിസ്റ്റം. ഓരോ മെട്രോ എറണാകുളം ജില്ലയിലാണ് ഇപ്പോൾ മെട്രോ ഉള്ളത്. അപ്പോൾ ആ ഒരു എറണാകുളത്തെ എല്ലാം ത്രൂ ഔട്ട് ആ
ജില്ല മുഴുവനും ഇല്ലെങ്കിൽ പോലും അതിലെ ഓരോ ഘട്ടമായിട്ട് ഓരോരുത്തടത്തും മെട്രോ വന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി അത് എക്സ്റ്റെൻഡ് ടു അനദർ ഡിസ്ട്രിക്റ്റിലേക്കും ഇങ്ങനെ അത് എക്സ്പാൻഡഡ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെ അനദർ ഡിസ്ട്രിക്റ്റിൽ വേറെ ഡിസ്ട്രിക്റ്റിൽ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ അത് ന്യൂലി അവിടെ സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ഡിസ്ട്രിക്റ്റിന് വേണ്ടി മാത്രം മെട്രോ ചിലപ്പോഴും വരാൻ ചാൻസ് ഉണ്ട്. മേ ബി ഇത് രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം ഓരോ സ്റ്റഡി അനുസരിച്ച് ആളുകൾ എങ്ങനെ വേണം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഗവൺമെൻറ് അതിനനുസരിച്ചായിരിക്കും ഓരോ ചോയ്സും ചൂസ് ചെയ്യുന്നത്. അപ്പം ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും ആ ഒരു പെർസ്പെക്റ്റീവ് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ റാഷണൽ സയൻറ്റിഫിക് പെർസ്പെക്റ്റീവ് ഐഡിയാസ് ആൻഡ് വ്യൂസ് ആയിരിക്കും കൊടുക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് സിവിൽ സൊസൈറ്റി പോലെ പല ഗ്രൂപ്പ്സും ഓർഗനൈസേഷൻസും ഉള്ളത്. ആ ഓർഗനൈസേഷൻസും ഗ്രൂപ്പ്സും ഇഫക്റ്റീവ്ലി വർക്ക് ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തെയും എങ്ങനെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, അഥവാ പബ്ലിക് ഒപ്പീനിയൻ എത്രമാത്രം ഇൻക്ലൂഡ് ചെയ്യണം, എത്രമാത്രം അക്സെപ്റ്റഡ് ആക്കണം എന്ന് ഗവൺമെന്റിലേക്ക് എത്തുന്നു. അങ്ങനെ വരുമ്പോൾ ഓരോ സിസ്റ്റം വെൽഫെയർഫുൾ ആയിട്ടുള്ളത് ഗവൺമെന്റ് എങ്ങനെയാവുന്നു, വെൽഫെയർ ഗവൺമെന്റിലേക്ക് തന്നെ നമ്മൾ മാറുന്നു. അങ്ങനെ വെൽഫെയർ ഉണ്ടാവുമ്പോൾ തീർച്ചയായും ആ സൊസൈറ്റി വളരുന്നു. സൊസൈറ്റിയിലെ ഓരോ ഇൻഡിവിജ്വലും വളരുന്നു, അവരുടേതായ മാറ്റങ്ങളുണ്ടാവും. ദാറ്റ് മീൻസ് പബ്ലിക് ഒപ്പീനിയൻ ക്യാൻ ഇൻഫ്ലുവൻസ് ദ സൊസൈറ്റിയൽ ഡെവലപ്മെന്റ്. ആ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പബ്ലിക് ഒപ്പീനിയന് കഴിയണം. അപ്പം നമ്മൾ ഓരോരുത്തരും മിസ്സിൻ്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും ഓരോ വാക്കുകളും നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടുന്ന ഓരോ ഒപ്പീനിയൻസും ഓരോ ഡയലോഗുകളും ഓരോ കമൻറ്റുകളും നമ്മൾ സൂക്ഷിച്ചിടണം എന്നാണ് ഇതിലൂടെ നമുക്ക് ഈ ഒരു സെക്ഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ മാത്രമേ അതിൻ്റെതായ ഇഫക്റ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ പബ്ലിക്കലി റെസ്പോണ്ട് ചെയ്യണം, എങ്ങനെ റിയാക്ട് ചെയ്യണം, ഇതിനെയെല്ലാം എങ്ങനെ ഇൻഫ്ലുവൻഷ്യൽ ആവുന്നു ഇന്ന് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ നോക്കി. ഇനി വരുന്ന സെക്ഷനിൽ മിസ് ബാക്കി ഈ ചാപ്റ്ററിൻ്റെ തന്നെ പറയുന്നതാണ്. അപ്പോൾ ഈ സെക്ഷൻ എങ്ങനെ ഇനി നമ്മൾ ഒരു കമൻറ്റ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്കും സൊസൈറ്റിക്കും ഇൻഫ്ലുവൻസ് ആവത്തുള്ളൂ. അപ്പോൾ ഇൻഫ്ലുവൻസ് ആവുന്ന രീതിയിൽ നല്ല കമൻറ്റുകൾ ഇടാൻ ഇനിയും വരുന്ന സെക്ഷനിൽ മിസ് ഇത്തിരി കൂടി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി മനസ്സിലാവുമ്പോൾ നല്ല കമൻറ്റ് ഇടാൻ നിങ്ങൾക്ക് കഴിയട്ടെ, പറ്റും എന്ന് തന്നെയാണ് മിസ്സിന് വിശ്വസിക്കുന്നത്. അപ്പം ബൈ ഗൈസ്.